നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. 15/4/2026 വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ന് അവധിയായ റബ്ബർ വിലയില്ല. ഇന്നലത്തെ വില തന്നെ എന്നും. വിലയൊന്ന് നോക്കാം. റബ്ബർ ബോർഡ് കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227, ISNL 20 190, ലാറ്റക്സ് സർവശാന്തി DRC 158.50. കൊച്ചി വില നോക്കുമ്പോൾ 231, RSS 5 കിലോ 227. ഇനി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,240, ഒരു ഭവൻ 1,13,920, ഒരു ഭവൻ 24 ക്യാരറ്റ് നോക്കുമ്പോൾ 15,535, ഒരു ഗ്രാം, ഒരു ഭവൻ നോക്കുമ്പോൾ 1,24,280. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,651, ഒരു ഭവൻ 93,208. ഇന്ന് വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 130 രൂപ, ഒരു ഭവൻ്റെ മുകളിൽ 1,040 രൂപയാണ് കൂടിയത്. നമ്മുടെ നാട്ടിൽ ചൂട് കൂടുകയാണ്. പാലക്കാടൊക്കെ 40-അടുത്ത് എത്തിയിരിക്കുകയാണ്. സ്ഥലങ്ങളിൽ കിണറ്റിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ് പഞ്ചായത്ത് വഴി. കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അൾട്രാവയലറ്റ് രശ്മികളെയും സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി. 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പതിച്ചത് പത്തനംതിട്ടയിലെ കോന്നിയിലും ഇടുക്കി ജില്ലയിലെ മൂന്നാറിലുമാണ് അൾട്രാവയലറ്റ് സൂചിക പ്രകാരം പതിച്ചത്. അൾട്രാവയലറ്റ് സൂചികയിൽ 9 രേഖപ്പെടുത്തിയ ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ഈ ചൂടിൻ്റെ കൂടുതൽ കാരണം. അൾട്രാവയലറ്റ് സൂചിക 11 മുകളിലാണെങ്കിൽ റെഡ് അലർട്ടും, 8 മുതൽ 10 വരെ ഓറഞ്ച് അലർട്ടും, 6 മുതൽ 7 വരെ യെല്ലോ അലർട്ടുമാണ് നൽകുന്നത്. ഒരു കാരണവശാലും 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മി ശരീരത്തിൽ ഏൽക്കുന്ന സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, നേത്രരോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേക ജാഗ്രത പാലിക്കുകയും വേണം. പകൽ സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഉയർന്ന UV സൂചിക ഉണ്ടാവാം. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും UV സൂചിക ഉയർന്നതായിരിക്കും. ഈ സമയത്തൊന്നും കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. വെയിലത്ത് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കണമെന്നുണ്ടോയെന്നൊക്കെ ശ്രദ്ധിക്കണം മുതിർന്നവർ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടതിന് വളരെയധികം നന്ദി.